ഇന്നൊരു കിടിലൻ ചക്കപ്രഥമനാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലായിടത്തും ചക്കയും മാങ്ങയൊക്കെ നല്ലോണം ഉണ്ടാവുന്ന കാലമാണ്. ഇഷ്ടംപോലെ ചക്കയൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ചക്കയൊക്കെ ഒന്നായിട്ടൊരു ചക്ക പഴുത്ത് കഴിഞ്ഞാൽ ഫുള്ള് നമുക്ക് തിന്ന് കഴിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമുക്ക് കുറച്ച് പായസമൊക്കെ ഉണ്ടാക്കാം കേട്ടോ. ചക്ക വേണമെങ്കിൽ വരട്ടിയെടുത്ത് വെക്കാം. പിന്നെ ചക്ക വരട്ടിയിട്ടിട്ടും പിന്നെ നമുക്ക് ഇടയ്ക്ക് വേണ്ട പോലെ പായസം ഉണ്ടാക്കാം. ഇന്ന് നമ്മൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ചക്കയുണ്ട്, നല്ല പഴുത്ത് നല്ല മധുരമുള്ള ചക്കയാണ് കേട്ടോ. ഒരു 20-25 ചുള നമ്മളിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ചെറുതായി അരിഞ്ഞു കേട്ടോ. അരിഞ്ഞിട്ട് നമ്മൾ കുക്കറിൽ നന്നായിട്ടൊന്ന് വേവിക്കണം. കുക്കറിൽ വേവിക്കുമ്പോഴാണ് കൂടുതൽ പായസത്തിന് ടേസ്റ്റ് കേട്ടോ. നന്നായി വെന്തിങ്ങോട്ട് കലങ്ങണം ശരിക്കും. നമ്മളത് കുറച്ച് ഒരു കപ്പ് വെള്ളമൊക്കെ ചേർത്ത് ഇങ്ങനെ പൊടി പൊടിയായി ചെറുതായി അരിഞ്ഞ ചക്ക കേട്ടോ. ഒരു 20-25 ചുളയൊക്കെ ഉള്ളൂ ഇത്. എന്നിട്ട് നമ്മൾ ഒരു കപ്പ് വെള്ളം ചേർത്തിട്ടോ. എന്നിട്ട് കുക്കർ ഇങ്ങനെ മൂടി വെച്ചിട്ട് നമ്മൾ കൂക്കിപ്പിച്ചു കേട്ടോ. ഒരു 2-3 വിസിൽ വരട്ടെ. 2-3 വിസിൽ വരിക, അല്ലെങ്കിൽ പിന്നെ ഒരു വിസിലും പിന്നെ ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ ഇങ്ങനെ വെക്കുക കേട്ടോ. അങ്ങനെ നന്നായി വെന്ത് കഴിയുമ്പോൾ നമുക്ക് കുക്കറൊക്കെ ആവിയൊക്കെ ഫുള്ള് പോയിട്ട് തുറക്കാം കേട്ടോ. തുറന്ന് കഴിയുമ്പോൾ നമുക്കിങ്ങനെ കാണാം നന്നായി ഇങ്ങനെ വെന്തുടഞ്ഞ ചക്ക. അപ്പോൾ തന്നെ ഭയങ്കര നല്ലൊരു മണമാണ് കേട്ടോ. ചക്ക പ്രേമികൾക്ക്, ചക്ക ഇഷ്ടമുള്ളവർക്ക് ഈ മണം കേട്ടാൽ തന്നെ നന്നായിട്ട് കഴിക്കാൻ തോന്നും. പിന്നെ നമ്മൾ എന്നിട്ട് ഇതിങ്ങനെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു ഉരുളിയോ ഒരു പരന്ന പാത്രമോ എന്തെങ്കിലും എടുത്തിട്ട് അതിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക കേട്ടോ. എന്നിട്ട് നെയ്യിലേക്ക് നമ്മൾ ഈ നന്നായിട്ട് വെന്ത ഈ ചക്ക ഉണ്ടല്ലോ, പ്രഷർ കുക്കറിൽ നമ്മൾ വേവിച്ച ചക്ക ഇടുക. എന്നിട്ട് അത് ചേർത്തിട്ട് നന്നായി ഇളക്കുക കേട്ടോ. ഒരു 5 മിനിറ്റ് നമ്മൾ ഒരു മീഡിയം തീയിൽ വെച്ച് ഇങ്ങനെ ഇളക്കണം. നെയ്യൊക്കെ നന്നായിട്ട് ആ ചക്കയിൽ ഇങ്ങനെ ചേർന്ന് നെയ്യിൽ കിടന്ന ആ ചക്ക ഇങ്ങനെ മൂക്കുമ്പോഴുള്ളൊരു മണമുണ്ട് കേട്ടോ. നല്ല കിടിലൻ സ്മെല്ലാണ്. ആ സ്മെല്ലൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ നമ്മളിന്ന് യൂസ് ചെയ്യുന്നത് ശർക്കര, വെല്ലത്തിന് പകരം നല്ല ശുദ്ധീകരിച്ചിട്ടുള്ള ജാഗരി പൗഡർ പാരീസിൻ്റെയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇത് 1 കിലോൻ്റെ പാക്കറ്റിൽ പകുതിയുള്ളൂ, ഒരു 250 ഗ്രാം അത്രയാണ് ഈ ഒരളവിന് വേണ്ടുള്ളൂ കേട്ടോ. ആ ശർക്കരയുടെ പൊടി നമ്മളിട്ടു. ഇതാകുമ്പോൾ നമുക്കിങ്ങനെ വെല്ലം ഉരുക്കി അരിക്കണ ആ പണിയൊക്കെ ഒഴിവാണ്. ഇത് നല്ല ശുദ്ധീകരിച്ച് പൗഡറായിട്ട് ടീയിലും കോഫിയിലൊക്കെ ഇടാൻ വേണ്ടി വരുന്ന ജാഗരി പൗഡറാണ് കേട്ടോ. പ്യുവർ ജാഗരി പൗഡർ എന്ന് പറഞ്ഞ് വരുന്നത്. അപ്പോൾ ആ പൗഡർ നമ്മളൊരു 1/4 കിലോ ഇതിലേക്ക് ഇട്ടു. എന്നിട്ട് നന്നായിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഇളക്കി ചേർത്ത് കേട്ടോ. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ആ പൊടി ഫുള്ള് അലിഞ്ഞ് നമ്മൾ ഈ ചക്കയിലൊക്കെ ഇങ്ങനെ പിടിച്ച് ചേരും കേട്ടോ. എന്നാലും നമ്മൾ നന്നായിട്ടൊരു 10 മിനിറ്റോളം ഒരു ചെറിയ തീയിൽ വെച്ച് ഇങ്ങനെ നന്നായി ഇളക്കുക. പിന്നെ നമ്മളിതിൽ ചേർക്കുന്നത് തേങ്ങാപ്പാലാണ് കേട്ടോ. പശുവും പാൽ വേണമെങ്കിൽ ചേർക്കാൻ, തേങ്ങാപ്പാലൊന്നും ഇല്ലാത്തവർക്ക്. പക്ഷേ തേങ്ങാപ്പാൽ ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഈ പ്രഥമനും ശർക്കര പായസത്തിനൊക്കെ പ്രത്യേകിച്ചും തേങ്ങാപ്പാലാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നമ്മളൊരു ഫുള്ള് തേങ്ങയാണ് ഇതിനെടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു ഫുള്ള് തേങ്ങ നമ്മൾ നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഏലക്കായയുടെ പൊടി, ഒരു 1/2 ടീസ്പൂൺ ഏലക്കായയുടെ പൊടി കേട്ടോ. തേങ്ങ നമ്മൾ ഓൾറെഡി ചിരവിയിട്ട് പാലൊക്കെ എടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഏലക്കായും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കുക കേട്ടോ. ഫുള്ളൊന്നിങ്ങനെ നന്നായി ഒരു 5 മിനിറ്റ് വീണ്ടും നമ്മൾ ഇളക്കുക. ഇത് നമ്മൾ 1-ാം പാലും 2-ാം പാലും ഒക്കെ ഒരു ഫുൾ തേങ്ങയാണ് നമ്മൾ എടുത്ത് വെച്ചതാണ്. ആദ്യം നമ്മൾ ഒഴിക്കുന്നത് 2-ാം പാലാണ് കേട്ടോ. 2-ാം പാൽ ഒഴിച്ചിട്ട് വീണ്ടും നന്നായി ഒന്ന് ഇളക്കുക. പിന്നെ നമ്മളൊരു 5 മിനിറ്റോളം നന്നായി തിളക്കണ വരെ ഒന്ന് ഇളക്കണം കേട്ടോ. ഫുള്ളൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് തിളക്കാൻ വെക്കുക കേട്ടോ. നന്നായി ഒന്ന് തിളച്ച് മറിയട്ടെ. എന്തൊരു നല്ല മണമെന്ന് പറയുമ്പോൾ വരുന്ന ചക്ക ഇഷ്ടമുള്ള എല്ലാവർക്കും ഈ ചക്ക പായസം ഭയങ്കര ഇഷ്ടം കേട്ടോ. സിമ്പിളാണ്, ഉണ്ടാക്കാനും ഭയങ്കര എളുപ്പമാണ്, വലിയ പണിയൊന്നുമില്ല, പക്ഷെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇങ്ങനെ നന്നായി നമ്മളൊരു 5-10 മിനിറ്റ് ചെറിയ തീയിലിട്ട് ഇങ്ങനെ ഇളക്കുക കേട്ടോ. ഇങ്ങനെ നന്നായി തിളച്ചിങ്ങനെ മറിയുമ്പോൾ നമ്മൾ ലാസ്റ്റ് ഒഴിക്കുന്നതാണ് നമ്മൾ 1-ാം പാൽ. 1-ാം പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് തിളക്കേണ്ട കാര്യമില്ല കേട്ടോ. ഒന്ന് ചൂടായി കഴിഞ്ഞാൽ എല്ലാ പായസം പോലെ തന്നെ ലാസ്റ്റുള്ള ആ തലപ്പാൽ അത് നമ്മൾ ഒഴിച്ചു. അതൊഴിച്ച് നന്നായി ഒന്നങ്ങോട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്നിങ്ങനെ ചൂടായി തിള വരുന്നതിൻ്റെ മുമ്പ് തന്നെ ഒന്ന് നന്നായി ചൂടായി കഴിയുമ്പോൾ തന്നെ നമ്മളവിടെ ഓഫാക്കുക കേട്ടോ. അത്രേ വേണ്ടുള്ളൂ. നന്നായി ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നെയ്യിൽ വറുത്തിട്ട് ചേർക്കാം കേട്ടോ. പിന്നെ മുന്തിരി ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വെറും അണ്ടിപ്പരിപ്പ് മാത്രമാണ് നെയ്യിൽ വറുത്ത് ചേർക്കണം. ഇത് നന്നായി ഇളക്കി ഒരു 5 മിനിറ്റോളം നമ്മളിങ്ങനെ ഇളക്കണം. തള വരാൻ വേണ്ടി ഒന്നും കാത്തിക്കണ്ട. തിളയ്ക്കുന്നതിന് മുമ്പ് തന്നെ എന്നിട്ട് നമ്മൾ ഓഫാക്കുക വേണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഒരു 2 ടീസ്പൂണ് നെയ്യ് ഇങ്ങനെ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഇങ്ങനെ അണ്ടിപ്പരിപ്പ് കേട്ടോ. അണ്ടിപ്പരിപ്പ് ചൂടാക്കി നല്ല വറുത്ത് അണ്ടിപ്പരിപ്പും കൂടി ഇതിൽ മിക്സ് ചെയ്ത് ചേർത്ത് കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. ഭയങ്കര മണവും ടേസ്റ്റും ഒക്കെ ഉള്ള നല്ല കിഡിലൻ ചക്ക പായസം റെഡിയാണ്. ചക്ക പ്രഥമൻ എന്നൊക്കെ പറയാം. അപ്പോൾ നമുക്ക് ചക്കപ്രഥമനൊന്ന് കോരി ഒരു കപ്പിലേക്കൊക്കെ എടുത്ത് ടേസ്റ്റ് ചെയ്യാം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്, എല്ലാവർക്കും നല്ല ഇഷ്ടമായി. കുട്ടികൾക്കടക്കം ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഭയങ്കര സൂപ്പർ ടേസ്റ്റ്, അടിപൊളി എന്നൊക്കെയാണ് അവരൊക്കെ അഭിപ്രായം പറഞ്ഞത്. ഇങ്ങനെ നമുക്ക് കപ്പിലോ ഗ്ലാസ്സിലോ എങ്ങനെ വേണമെങ്കിലും സെർവ് ചെയ്യാം. നല്ല കിടിലനായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല കറക്റ്റ് തിക്നെസ്സൊക്കെ, ഇതൊക്കെയാണ് അതിൻ്റെ ഒരു പരുവം കേട്ടോ. കറക്റ്റ് ഇങ്ങനെ നല്ല കട്ടിയിൽ വരണം. ഒരു തേങ്ങയുടെ പാല് മതി ഈ ഒരു അളവിന്. ഒരു 10 ഗ്ലാസ്സൊക്കെ നമുക്ക് പായസം കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റി, നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല തിക്കായിട്ടുള്ള നമ്മളെ ചക്കപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല അതിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ തന്നെ നല്ല തിക്കാണ്, നല്ല മണമുണ്ട്.
നല്ല ടേസ്റ്റാണ്. ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ ഒരു അണ്ടിപ്പരിപ്പൊക്കെ കിട്ടും. ഇനിയിപ്പോൾ വേറെയുള്ള മുന്തിരിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടി മുന്തിരിയും വേറെ നട്ട്സോ ബദാമൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്ത് ചേർക്കട്ടോ, അതൊന്നും പ്രശ്നമില്ല. തേങ്ങാപ്പാലില്ലാത്തവർക്കാണെങ്കിൽ പശുവും പാൽ ചേർത്താലും ഇത്രയ്ക്കാണ് ടേസ്റ്റ് ഉണ്ടാവില്ലെങ്കിലും കുഴപ്പമില്ലാത്ത ഒരു ചക്ക പായസം നമുക്ക് കിട്ടും. കൂടുതൽ ചക്കയൊക്കെ ഉണ്ടാകുമ്പോൾ വേണമെങ്കിൽ വരട്ടി വെച്ചിട്ട് അതിന് കുറച്ചെടുത്തിട്ട് ഇങ്ങനെ പായസമാക്കാം. അങ്ങനെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായ സംഭവം, നല്ല കിഡിലും ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ.